ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാജീവ് മൽഹോത്രയും വിജയ വിശ്വനാഥനും ചേർന്നെഴുതിയ ഗംഗയിലെ സർപ്പങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ചില വിവാദപരമായ വാദങ്ങൾ മുന്നോട്ടുവെക്കുന്ന ഒരു പുസ്തകമാണിത്. അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ പീറ്റർ ബൊഗോസിയന്റെ ഈ ഒരു ശക്തമായ വാക്കുകളോടെയാണ്, അല്ലേ? ഇത് കേൾക്കുമ്പോൾ തന്നെ പുസ്തകത്തിന്റെ ഉള്ളടക്കം എത്രത്തോളം ശക്തമാണെന്നൊരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പ്രകോപനപരമായ തുടക്കം തന്നെ. പുസ്തകമനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഭീഷണികൾ പണ്ടത്തെ പോലെയല്ല. അതായത് ഇത് പട്ടാളക്കാരെയോ പണമോ ഉപയോഗിച്ചുള്ള ആക്രമണമല്ല, മറിച്ച് വളരെ പ്രശസ്തമായ പാശ്ചാത്യ സർവകലാശാലകളിൽ നിന്ന് വരുന്ന ഒരു തരം ബൗദ്ധികമായ ഭീഷണിയാണ്. ഈ പുസ്തകത്തിലെ വാദങ്ങള് കുറച്ച് സങ്കീർണമാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കിതിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യം ബ്രേക്കിംഗ് ഇന്ത്യ എന്താണെന്ന് നോക്കാം. പിന്നെ അതിന്റെ ആശയപരമായ വേരുകൾ, ജാതിയെ എങ്ങനെ വംശവുമായി ബന്ധിപ്പിക്കുന്നു, ഹാർവാർഡിന്റെ പങ്ക്, പിന്നെ ഇതിന്റെയൊക്കെ പ്രത്യാഘാതം എന്താണെന്നും. ശരി, അപ്പം നമുക്ക് നമ്മുടെ ചർച്ചയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ ബ്രേക്കിംഗ് ഇന്ത്യ 2.0? പണ്ടത്തെ ബ്രേക്കിംഗ് ഇന്ത്യ ശക്തികളിൽ നിന്ന് ഇതിനെന്താണ് വ്യത്യാസം? നമുക്ക് നോക്കാം. പുസ്തകത്തിലെ പ്രധാന വാദം ഇതാണ്. ഈ പുതിയ ബ്രേക്കിംഗ് ഇന്ത്യ ശക്തികൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യയിലെ നഗരങ്ങളിലുള്ള എലൈറ്റ് ക്ലാസിനെയാണ്. അവരുടെ ആശയങ്ങളോ അത് വരുന്നതാകട്ടെ വിദേശത്തു നിന്നും. അപ്പോ ഇത് പണ്ടത്തെ പോലെ നേരിട്ടുള്ളൊരു ഭീഷണിയല്ല, വളരെ സൂക്ഷ്മമായ ഒന്നാണ്. ഓക്കെ, അപ്പൊ ഈ പുതിയ ശക്തിയുടെ ഐഡിയോളജി എവിടുന്നാണ് വരുന്നത്? അതിന്റെ വേരുകൾ തേടി പുസ്തകം നമ്മളെ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു യാത്രയ്ക്ക് കൊണ്ടുപോവുകയാണ്. ഈ കാണുന്ന ഫ്ലോ ചാർട്ട് നോക്കൂ. യൂറോപ്പിലെ പഴയ ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്ന് തുടങ്ങി അതെങ്ങനെയാണ് അമേരിക്കയിൽ ക്രിട്ടിക്കൽ റേസ് തിയറിയായി മാറുന്നതെന്ന് പുസ്തകം വരച്ചുകാട്ടുന്നു. മാർക്സിസം, പോസ്റ്റ് മോഡേണിസം പോലുള്ള ആശയങ്ങളൊക്കെ ഈ യാത്രയുടെ ഭാഗമാണെന്നാണ് ഗ്രന്ഥകർത്താക്കൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്രിട്ടിക്കൽ റേസ് തിയറി അഥവാ CRT? പുസ്തകം പറയുന്നത് സിമ്പിളായിട്ട് ഇതാണ്: സമൂഹത്തെ രണ്ടായിട്ട് തിരിക്കുക, അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തപ്പെട്ടവരും. ഇത് മാർക്സിസ്റ്റ് ആശയങ്ങളിൽ നിന്നും കടമെടുത്തൊരു ഫ്രെയിംവർക്കാണെന്നും പുസ്തകം വാദിക്കുന്നു. ഈ ടേബിൾ നോക്കിയാൽ ക്ലാസിക്കൽ ലിബറലിസമും ക്രിട്ടിക്കൽ റേസ് തിയറിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാകും. ലിബറലിസം ഓരോ വ്യക്തിയുടെയും അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ CRT സംസാരിക്കുന്നത് ഓരോ ഗ്രൂപ്പിന്റെയും അവകാശങ്ങളെക്കുറിച്ചാണ്. അതുപോലെ തുല്യ അവസരം എന്നതിനു പകരം തുല്യഫലം എന്നതിനാണ് CRT പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി നമ്മൾ വരുന്നത് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദത്തിലേക്കാണ്. ഈ പാശ്ചാത്യ തിയറി എങ്ങനെയാണ് ഇന്ത്യയെ പ്രയോഗിക്കുന്നത്? അവിടെയാണ് ജാതിയെ വംശമായി ചിത്രീകരിക്കുന്ന ആശയം വരുന്നത്. ഇതാണ് പുസ്തകത്തിന്റെ കേന്ദ്രബിന്ദു. അതായത് അമേരിക്കയിലെ വംശീയതയെക്കുറിച്ച് പഠിക്കുന്ന ക്രിട്ടിക്കൽ റേസ് തിയറിയെ എടുത്ത് അതിനെ ഇന്ത്യയ്ക്കു വേണ്ടി ഒരു ക്രിട്ടിക്കൽ കാസ്റ്റ് തിയറിയാക്കി മാറ്റുന്നു. എങ്ങനെ? ദളിതരെ അമേരിക്കയിലെ കറുത്തവർഗക്കാരായും ബ്രാഹ്മണരെ വെളുത്തവർഗക്കാരായും ഉപമിച്ചുകൊണ്ട്. ഇത് ഇന്ത്യയുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുകയാണെന്ന് ഗ്രന്ഥകർത്താക്കൾ ശക്തമായി വാദിക്കുന്നു. ഈ ഒരു ഇന്ത്യൻ വൽക്കരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന 4 പ്രധാന വ്യക്തികളെയും സംഘടനകളെയും പുസ്തകം എടുത്തു പറയുന്നുണ്ട്. അവരാണ് ഈ ആശയങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതെന്നും പുസ്തകം വിശദീകരിക്കുന്നു. ഇതിൽ ആദ്യത്തേത് ഇസബെൽ വിൽക്കേഴ്സിന്റെ കാസ്റ്റ് എന്ന പുസ്തകമാണ്. ലോകത്തുള്ള എല്ലാ വംശീയതയുടെയും അടിസ്ഥാനം ജാതിയാണെന്നാണ് ആ പുസ്തകം പറയുന്നത്. പിന്നെ ഇക്വാലിറ്റി ലാബ്സ് എന്ന സംഘടന. അവർ അമേരിക്കയിലെ കമ്പനികളിൽ ബ്രാഹ്മണ വംശീയത ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ജാതി സർവേകൾ നടത്തുന്നുവെന്നും പുസ്തകം ആരോപിക്കുന്നു. അതുപോലെ ഹാർവാർഡ് പ്രൊഫസറായ അജന്ത സുബ്രഹ്മണ്യൻ ഇന്ത്യൻ ടെക് രംഗത്തെ മെരിറ്റിനെ ജാതീയതയായി ചിത്രീകരിക്കുന്നു എന്നും പുസ്തകം പറയുന്നു. പിന്നെ സൂരജ് യെങ്ഡെ, അദ്ദേഹത്തെ ഹാർവാർഡിന്റെ ദലിത് പോസ്റ്റർ ബോയ് എന്നാണ് പുസ്തകം വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിലെ ബ്ലാക്ക് ലിബറേഷൻ മൂവ്മെന്റിന്റെ മാതൃകയിൽ ഒരു ആഫ്രോ ദലിത് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം കേന്ദ്രമായി പുസ്തകം ചൂണ്ടിക്കാണിക്കുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നോക്കാം. എന്തുകൊണ്ടാണ് ഹാർവാർഡിന് ഇത്ര വലിയൊരു പങ്ക്? ഈ ഒരു ചിത്രം കണ്ടാൽ മതി, പുസ്തകത്തിന്റെ മുഴുവൻ വാദവും നമുക്ക് മനസ്സിലാകും. ക്രിട്ടിക്കൽ റേസ് തിയറി, അതിന്റെ ഇന്ത്യൻ വൽക്കരണം, ഇതിന്റെയെല്ലാം നടുക്ക് ഒരു ഹബ്ബായി നിൽക്കുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ്. അതാണ് പുസ്തകം വരച്ചു കാട്ടുന്ന ചിത്രം. ഇതൊരു ചെറിയ ആരോപണമല്ല. പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയെ തകർക്കാനായി അട്രോസിറ്റി ലിറ്ററേച്ചർ, അതായത് ക്രൂരതയുടെ സാഹിത്യം എന്ന് പറയാം, അതുണ്ടാക്കിയെടുക്കുന്നതിന്റെ ഗ്ലോബൽ സെന്ററായി ഹാർവാർഡ് മാറിയിരിക്കുന്നു എന്നാണ്.
പുസ്തകം ഹാർവാർഡിനെതിരെ ചില പ്രത്യേക ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ച് പക്ഷപാതപരമായ ക്രൂരതയുടെ സാഹിത്യമുണ്ടാക്കുക, AI-യെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യാവിരുദ്ധ ഡാറ്റാബേസുകൾ നിർമ്മിക്കുക, പിന്നെ ഇസ്ലാമിനെ ഇരയായും ഹിന്ദുമതത്തെ അക്രമിയായും കാണുന്നൊരു ഇരട്ടത്താപ്പ്. ഇതിനെല്ലാമുള്ള ഫണ്ടിങ് ഇന്ത്യൻ കോടീശ്വരന്മാരിൽ നിന്നാണ് വരുന്നതെന്നുമുള്ള ആരോപണങ്ങളും ഇതിലുൾപ്പെടുന്നു. അപ്പോ ഈ ആശയങ്ങളെല്ലാം ഇന്ത്യയിൽ എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്? ആരാണ് ഈ പുസ്തകം പറയുന്ന പുതിയ ഉന്നതർ? നമുക്ക് നമ്മുടെ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇതൊന്നും വെറും അക്കാഡമിക് ചർച്ചകളിൽ ഒതുങ്ങുന്നില്ലെന്നാണ് പുസ്തകം പറയുന്നത്. ഈ ആശയങ്ങൾ ഇന്ത്യയിലേക്ക് തിരികെ വരുന്നു. ഇവിടെ പുതിയൊരു തലമുറയിലെ ആക്ടിവിസ്റ്റുകളെയും സ്ഥാപനങ്ങളെയും ഉണ്ടാക്കിയെടുക്കുന്നു. പുസ്തകത്തില് ഇന്ത്യയിലെ ചില പ്രത്യേക സംഘടനകളുടെ പേരുകൾ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായിട്ട് ഒമീഡിയ നെറ്റ്വർക്ക് ഇന്ത്യ, അശോക യൂണിവേഴ്സിറ്റി, ക്രിയ യൂണിവേഴ്സിറ്റി, പിന്നെ ജെപാൽ എന്നറിയപ്പെടുന്ന സ്ഥാപനമൊക്കെ അതിൽ പെടുന്നു. അപ്പൊ എന്താണ് ഇവരുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം? പുസ്തകം പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ അടിസ്ഥാന ശിലകളെ തന്നെ തകർക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ്. സംസ്കൃതം ഒരു അടിച്ചമർത്തുന്ന ഭാഷയാണെന്ന് പറയുക, ഗുരു എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുക, ഇന്ത്യൻ കുടുംബവ്യവസ്ഥയെ തകർക്കുക, വേദങ്ങളെയും ഹിന്ദു തത്വചിന്തയെയും ആക്രമിക്കുക, ഇതൊക്കെയാണ് ആത്യന്തിക ലക്ഷ്യങ്ങളെന്ന് ഗ്രന്ഥകർത്താക്കൾ വാദിക്കുന്നു. അപ്പോ എല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം ഇതാണ്: ഒരു പുതിയ മാർക്സിസം വരുന്നു, അതിൽ ജാതിയെ വംശമായിട്ട് മാപ്പ് ചെയ്യുന്നു. ഇതിന്റെയെല്ലാം പ്രഭവകേന്ദ്രം ഹാർവാർഡാണ്. അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യയെ തകർക്കുക എന്നൊരു വലിയ പ്രോജക്റ്റാണ്. വളരെ ഗൗരവമുള്ളൊരു വാദം തന്നെയാണിത്. പുസ്തകം അവസാനിക്കുന്നത് നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും തുല്യമായ ഫലം എന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നീതി നടപ്പാക്കാൻ നമുക്ക് മറ്റു വഴികൾ കണ്ടെത്തേണ്ടതല്ലേ? ഈ ഒരു ചോദ്യം സാമൂഹിക നീതിയെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലെ വാദങ്ങൾ സങ്കീർണവും ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതുമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനും സ്വന്തമായി ഒരു അഭിപ്രായം രൂപീകരിക്കാനും ശ്രമിക്കുക. ഈ വിശകലനം കണ്ട എല്ലാവർക്കും നന്ദി.